നമസ്കാരം. സൈബർ ക്രൈമിനേക്കാൾ വലിയ ക്രൈം നടക്കുന്ന മേഖലയാണ് മറൈൻ രംഗം. ശൈലിംഗം ആരംഭിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ സുഹൃത്തുക്കളും പരിചയമില്ലാത്ത ആളുകളുമൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, ചില കയറ്റുമതി എൻക്വയറി വരുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം തരാം. നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായിട്ട് തന്നെ ആദ്യം എല്ലാ കാര്യം സംശയത്തോടെ നോക്കാവൂ. 2-3 വട്ടം ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യവും ചെയ്യാൻ. അതിൻ്റെ ഉദാഹരണമാണ് വർഷങ്ങളായി രംഗത്ത് നിൽക്കുന്നവർക്ക് പറ്റുന്ന അമളി, അല്ലെങ്കിൽ ഒരു കൂട്ടുകച്ചവടം പിടിക്കപ്പെടുന്നു എന്ന് എങ്ങനെ വേണമെങ്കിലും ആവാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഓർ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, DRI, നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ കാണുന്ന ഒരു ഏജൻസിയാണ് DRI. DRI സീസസ് 364 മെട്രിക് ടൺ ഓഫ് പാകിസ്ഥാൻ ഒറിജിൻ ഡ്രൈ ഡേറ്റ്സ് വർത്ത് ₹3 crore റൂട്ടഡ് വയ UAE. ഇന്നലത്തെ വാർത്തയാണ്. ദുബായിൽ നിന്ന് വന്ന കണ്ടെയ്നറുകൾ പിടികൂടി, കണ്ട്ല പോർട്ടിൽ വെച്ച് പിടികൂടി. എന്തിനാണ് പിടികൂടുന്നത്? ജെന്യുവനായിട്ടുള്ള ഇമ്പോർട്ടല്ലേ, ഡേറ്റ്സ് അല്ലേ, നമ്മുടെ ഈന്തപ്പഴം വന്നത് പിടികൂടി. വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് കുറച്ച് ഈന്തപ്പഴം അയച്ചു തരാം, നിങ്ങൾക്ക് കേരളത്തിൽ വിൽക്കാമോ, കേരളം വലിയ വിപണിയല്ലേ, തമിഴ്നാട് കർണാടക അടുത്തല്ലേ, ഇത്തരം ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ ആദ്യം വരാവുന്നത് ബോംബെ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ എൻക്വയറി അല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷെ അപകടം അതിലുണ്ട് എന്ന് ആദ്യമേ നമ്മൾ ചിന്തിക്കണം, എങ്കിലേ നമ്മൾ പ്രിക്കോഷൻ എടുക്കുകയുള്ളൂ. അക്കോർഡിംഗ് ടു ദ ഫിനാൻസ് മിനിസ്ട്രി, ദ സീഷർ ഫോളോഡ് ആൻ ഇന്റലിജൻസ്-ലെഡ് ഓപ്പറേഷൻ ഇൻ വിച്ച് DRI ഓഫീസേഴ്സ് ഇന്റർസെപ്റ്റഡ് 13 containers carrying the dry dates at Kandla Port. കണ്ടെയ്നറുകളാണ് കഥാപാത്രങ്ങൾ. 13 കണ്ടെയ്നറുകളെ സംബന്ധിച്ച്, 13 ആയിരിക്കില്ല, ഒരു സൂചന കിട്ടി, വരുന്ന സാധനങ്ങൾ ശരിയല്ല എന്നുള്ള സൂചന കിട്ടിയപ്പോൾ കണ്ട്ല പോർട്ടിൽ വെച്ച് 13 കണ്ടെയ്നറുകൾ അവർ അഴിച്ചുപെറുക്കി പരിശോധിച്ചു. എന്താണപ്പോ? ഇൻവെസ്റ്റിഗേഷൻസ് ഫൗണ്ട് ദാറ്റ് ഓൾദോ ദ ഗുഡ്സ് വർ ഡിക്ലയർഡ് ആസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി UAE, they were actually of Pakistan origin. ഇതാണ് സംഭവം. ഇപ്പോൾ ഈ അമേരിക്കയും ചില രാജ്യങ്ങളെയൊക്കെ സാങ്ഷൻ എന്ന് പറയും. ഇറാനിൽ നിന്ന് നേരെ അമേരിക്കയിലോട്ടൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, അവർക്ക് നേരിട്ട് അയക്കാൻ പറ്റില്ല. അതുപോലെ റഷ്യക്കും ചിലപ്പോൾ അയക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതുപോലെ ഇന്ത്യ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിലെ സാധനങ്ങളൊന്നും ഇന്ത്യയിലോട്ട് വരാൻ പാടില്ല എന്നുള്ള ഉപരോധം നിലനിൽക്കുമ്പോൾ ഈ വ്യാപാരി സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർ മറുമരുന്നുണ്ടോ എന്ന് ആലോചിക്കും. അങ്ങനെ അവരെന്ത് ചെയ്തു? അതിനു മുമ്പ് നമുക്ക് പാകിസ്ഥാന്റെ എന്താണ് ഈ രംഗത്തെ അവസ്ഥയെന്ന് നോക്കാം. പാകിസ്ഥാൻ 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. ലോകത്തിലെ ഡേറ്റ്സിലെ 5ാമത്തെ ഉൽപാദക രാജ്യമാണ്. 5,60,60,000 മുതൽ 7,32,000 ടൺ വരെ ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1,02,000 ടൺ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏകദേശം ലോകത്തിന്റെ 7% ഉൽപാദനം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വിൽക്കണമെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. ഏത് സാധനം ഉൽപ്പാദിപ്പിച്ചാലും ഏറ്റവും കൂടുതൽ വിൽക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയും പിന്നെ ചൈനയുമാണ്. നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഏതാണ്? നമ്മുടെ വിപുലമായ മാർക്കറ്റാണ്. അപ്പോൾ ആ മാർക്കറ്റ് ഉപരോധം ഏർപ്പെടുത്തിയാലും അതിനെ അതിജീവിച്ച് എങ്ങനെ വ്യാപാരം നടത്തണമെന്നുള്ളതാണ് വ്യാപാര രംഗത്ത് നിൽക്കുന്നവരുടെ ആഗ്രഹം. The ministry said enquiries established that the consignment was first transported from Pakistan to Dubai. തന്ത്രം ഇങ്ങനെയാണ്. നേരിട്ട് കണ്ട്ലയിലോട്ടോ മുണ്ട്രയിലോട്ടോ നമ്മുടെ മുംബൈയിലോട്ടോ TRVയിലോട്ടോ വരുന്നതിന് പകരം കറാച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും പോർട്ടിൽ നിന്ന് നേരെ ദുബായിലോട്ട് പോകുന്നു. ദുബായ് ഒരു സ്വർഗരാജ്യമാണല്ലോ, ഫ്രീ പോർട്ട്, ആർക്കും എന്തും ചെയ്യാം. അങ്ങനെ ദുബായിൽ പോയ സാധനം where it was shifted to another set of containers. 13 കണ്ടെയ്നർ അവിടെ പോയി ഡിസ്ചാർജ് ചെയ്ത്
അടുത്ത 13 കണ്ടെയ്നർ. അപ്പോൾ കണ്ടെയ്നറൊക്കെ നോട്ട് ചെയ്യാമല്ലോ, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്ന കണ്ടെയ്നറുകൾ ഷിപ്പിംഗ് കമ്പനികൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ കണ്ടെയ്നർ മാറ്റുന്നു, വേറെ 13 കണ്ടെയ്നറുകളോട് മാറ്റുന്നു. Where it was shifted to another set of containers before being exported to India. ഇന്ത്യയിലോട്ട് അയക്കുന്നതിന് മുമ്പ് വേറെ കണ്ടെയ്നറിലോട്ട് കയറ്റി കൺട്രി ഓഫ് ഒറിജിൻ മാറ്റുന്നു, ഒറിജിൻ ദുബായ് ആക്കുന്നു, ഇവിടെ നിന്നുള്ള കപ്പലിൽ ഇന്ത്യയിലെ കണ്ട്ല പോർട്ടിലോട്ട് അയക്കുന്നു. ഇതൊക്കെ ദീർഘനാളായി നടക്കുന്ന, ഇതിപ്പോൾ പിടിച്ചത് അപൂർവമായിരിക്കാം, സാധനങ്ങൾ കുറേയൊക്കെ വന്നിട്ടും ഉണ്ടാവും. The importers allegedly suppressed material facts and misdeclared the country of origin to bypass India's prohibition on imports of goods originating from Pakistan. അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ, ഉപരോധം നിലനിൽക്കെ അതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യുന്നു, പാകിസ്ഥാനിൽ നിന്ന് ദുബായിൽ കൊണ്ടുപോകുന്നു. ദുബായിൽ വെച്ച് ഉടുപ്പും ചട്ടയും പൗഡറും ഒക്കെ മാറ്റി പുതിയ സാധനത്തിലോട്ട് കയറ്റുന്നു. കൺട്രി ഓഫ് ഒറിജിൻ UAE ആകുമ്പോൾ പിന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ട്ലയിലോട്ട് വരുന്നു. പലതും വന്നിട്ടുണ്ടാവും. ഇപ്പൊ പിടിച്ച 13 കണ്ടെയ്നറുകൾ പിടിച്ചു. ഇതൊരു നിത്യത്തൊഴിൽ അഭ്യാസം ആണെന്നാണ് തോന്നുന്നത്. ഇത് പറയാൻ കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം. കാരണം ഇതിനകത്തിപ്പോ ഈ ഇടപാടിൽ തന്നെ 3 കോടി രൂപയാണ് പോയത്. 3 കോടി രൂപ മാത്രമല്ല, 13 കണ്ടെയ്നർ, ആ സാധനങ്ങൾ, പിന്നെ ജീവിതകാലം മുഴുവനുള്ള കേസ്, ആ ബിസിനസ് തന്നെ തകർന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ കയറ്റുമതി ഇറക്കുമതി ആഗ്രഹിക്കുന്നവർ വളരെ അധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇപ്പോൾ എന്താണ്, നമുക്ക് ഒരു ബിസിനസ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെമ്പി നിൽക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് ശ്വാസം വിടാൻ പറ്റുന്ന തരത്തിൽ ഒരു കച്ചവടം നടക്കണേ, ഒരു കയറ്റുമതി, ഒരു ഇറക്കുമതി, ഒരു കണ്ടെയ്നർ, ഒരു വെയർഹൗസ്, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഓഫർ വരുന്നത്. ഞങ്ങൾ കുറച്ച് സാധനം അയക്കാം, നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് പറയുമ്പോൾ ചാടി വീഴരുത്. ബന്ധപ്പെട്ട ആളുകൾ, കസ്റ്റംസിലെ ആളുകളോടും MSCയോടും കപ്പൽ കമ്പനിയോടും അദാനി ഗ്രൂപ്പിനോടും അല്ലെങ്കിൽ ഇത് അറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ചിട്ട് മാത്രമേ തല വെച്ചു കൊടുക്കാവൂ. കാരണം ഈന്തപ്പഴം മാത്രമല്ല, 14 മെട്രിക് ടൺ ഓഫ് പാകിസ്ഥാൻ ഒറിജിൻ എന്താണ് പറയുക, ഗുഗുൾ റസിൻ, എനിക്ക് അറിയില്ല എന്താണെന്ന്. ഗുഗുൾ റസിൻ എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ കറയാണ്. അത് പല മരുന്നുകൾക്ക് ഉപയോഗിക്കാം, പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാം, പലതിനും ചെയ്യാവുന്ന ഗുഗുൾ റസിൻ എന്ന് പറയുന്ന 1.4 കോടി രൂപ വിലയുള്ള സാധനം UAEയിൽ അല്ല, അവിടെ കളി മാറ്റിയിട്ടുണ്ട്. സൊമാലിയയിൽ നിന്ന് ദുബായിലോട്ട് വരുന്നു എന്നുള്ള വിധത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ദുബായിൽ എത്തിക്കുന്നു. സൊമാലിയ എന്ന ഒറിജിൻ ഓഫ് കൺട്രി സൊമാലിയ വെച്ചിട്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് കബളിപ്പിക്കലെന്ന് നോക്കണം. ദുബായിൽ വന്നിട്ട് ദുബായിൽ നിന്ന് തൂത്തുക്കുടി, നമ്മുടെ തൊട്ടടുത്ത് തൂത്തുക്കുടിയിലോട്ട് ഈ സാധനം കൊണ്ടുവരികയും DRI പിടിക്കുകയും ചെയ്തു. അപ്പൊ നിയമപരമായി അല്ലാത്ത വളഞ്ഞ വഴികളിലൂടെ പോയാൽ എന്തായാലും അടി കിട്ടുമെന്ന് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ 1-2 പ്രാവശ്യം രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ സമ്പാദ്യം മുഴുവൻ പോകും, ചീത്തപ്പേരാകും, പിന്നെ സമൂഹത്തിൽ ഇറങ്ങിയടക്കാൻ പറ്റത്തില്ല, ഒരു ബിസിനസ്സും തുറന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ പോർട്ടിനെ അപകീർത്തിപ്പെടുത്തുന്ന, നമ്മുടെ നാട്ടുകാർക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ഒരുങ്ങരുത്. നമ്മൾ തുടങ്ങുന്ന ഒരു പോർട്ടാണ്, ചീത്തപ്പേരുണ്ടായാൽ അത് ബ്രാൻഡ് ചെയ്യപ്പെടും, കള്ളക്കടത്ത് കേന്ദ്രമാണെന്ന് ഇത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അന്തർദേശീയ വ്യാപാരങ്ങളിൽ ഏർപ്പെടുവാൻ. ഇവിടെ ഈ ഒരു ഓർഡർ ഉണ്ട്. അണ്ടർ ദി ഫോറിൻ ട്രേഡ് പോളിസി, ദ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇമ്പോർട്ട് or transit of all goods originating in or exported from Pakistan has been prohibited with effect from 2/5/25. കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി മുതൽ നിരോധനമാണ്. പാകിസ്ഥാനിൽ ഒരു സാധനവും ഇന്ത്യയിൽ പ്രവേശിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് തിരിച്ചുമില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം വ്യാപാര രംഗത്ത്, കയറ്റുമതി രംഗത്ത്, ഇറക്കുമതി രംഗത്ത് കൈവയ്ക്കുവാൻ. ഇനി നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു കപ്പലുണ്ട്, MSC വാഷിങ്ടൺ. നമ്മൾ പുതിയ റൂട്ടുകളെക്കുറിച്ചും അത് കഴിഞ്ഞാൽ പോകുന്ന പോർട്ടുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കണമല്ലോ. MSC വാഷിങ്ടൺ ഇവിടെ നിന്ന് പോകുന്നത് നേരെ സ്പെയിനിലെ ലാസ് പൽമാസ്. മെയിൻലാൻഡ് സ്പെയിൻ അല്ല, അവർക്കൊരു ഐലൻഡ് ഉണ്ട്, അവർക്ക് പല ഐലൻഡുകൾ ആ പ്രദേശത്തുള്ളതിൽ ഒരെണ്ണമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ടാവും. മിക്കവാറും നമ്മുടെ ഹൂസ്റ്റണിലോട്ട് പോകുന്നത് തൽക്കാലം ഇവിടെ നിന്ന് ട്രാൻസ്ഷിപ്മെന്റിലായിരിക്കും പോകുന്നത്, ലാസ് പമാസിൽ ട്രാൻസ്ഷിപ്മെന്റ്. പക്ഷെ ആ കപ്പൽ നേരെ യൂറോപ്പിലോട്ട് പല പോർട്ടുകളിലോട്ട് പോകുന്നു. അപ്പൊ ആ പോകുന്നതാണ് നമ്മുടെ താല്പര്യം.
ലാസ് പാൽമാസിൽ നിന്ന് പിന്നെ വലൻസിയ, ജിയോയോ തൗറ ഇറ്റലി, അത് കഴിഞ്ഞ് വീണ്ടും വലൻസിയ, വീണ്ടും തിരിച്ച് തെമ എന്ന് പറയുന്നത് ഖാനയിലെ പോർട്ടാണ്, ഡയറക്റ്റ് സർവീസാണ്. അപ്പോൾ യൂറോപ്പിലെ തന്നെ ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലോട്ടുള്ള കയറ്റുമതി ഇറക്കുമതി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹിമാലയൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ സർവീസിനെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. തിരിച്ചു വരുമ്പോൾ നേരെ പോകുന്നത് JNPT, മുണ്ട്ര, അവിടെ നിന്നാണ് TRVയിൽ വരുന്നത്. TRVയിൽ നിന്ന് നേരെ ലാസ് പാമോസ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇറ്റലിയിലോട്ട് പോകാനോ സ്പെയിനിലോട്ട് പോകാനുള്ള ഒരു സർവീസായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കയറ്റുമതി ഇറക്കുമതി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോഴേ ഒന്നും മനസ്സിലാക്കി വെക്കണം. MSC വാഷിങ്ടന്റെ ഒരു കാര്യം കൂടെ പറയാം. വാഷിങ്ടൺ ഇന്നലെ മെനഞ്ഞാന്നാണ് എത്തിയത്. വരുന്ന സമയത്ത് 15.9 മീറ്റർ ആയിരുന്നു ഡ്രാഫ്റ്റ്. ആങ്കറേജിൽ 15.9 മീറ്റർ ഡ്രാഫ്റ്റ്. പക്ഷെ ഇന്നലെ രാവിലെ ബർത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് 15.7 മീറ്ററായി കുറഞ്ഞു. ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ 20 സെന്റിമീറ്റർ കുറഞ്ഞത്? ഉത്തരം തോന്നുന്നവർ 9847124633 ഒരു മറുപടി അയയ്ക്കുക. ശരി, കമന്ററി അവസാനിപ്പിക്കുന്നു.